നമസ്കാരം. ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല പാർലമെന്റിലും വലിയ പരാജയമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമേ പറയാറുണ്ട്, നരേന്ദ്രമോദിയുടെ വിരുദ്ധത മാത്രമാണ്, മോദി വിരുദ്ധത, BJP വിരുദ്ധത മാത്രമാണ് ഇവർക്ക് കോമൺ ആയിട്ട് നിൽക്കാൻ സാധിക്കുന്ന ഏക എലിമെന്റ്. അല്ലാത്ത കാര്യത്തിലൊക്കെ ഇവരെല്ലാവരും കോട്ടയിൽ പിടിച്ചിട്ട തവള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോകുന്ന ആൾക്കാരാണ്. ഇപ്പൊ പാർലമെന്റിന്റെ ശീതകാല സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സെഷന്റെ തുടക്കം തൊട്ടട്ടെ പ്രതിപക്ഷത്തില് കോൺഗ്രസ് അദാനിജി മോദിജി, രാഹുൽജി എപ്പോഴും അങ്ങനെയാണല്ലോ, അദാനിജി മോദിജി എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുമ്പോ കൂടെ സമാജ്വാദി പാർട്ടിയോ അതുപോലെ തൃണമൂൽ കോൺഗ്രസോ ആരുമില്ല. ഈ രാഹുൽ ഗാന്ധിയുടെ ചില സിൽബന്ദികളും ഉണ്ടല്ലോ, നമ്മുടെ KC വേണുഗോപാലിനെ പോലെയുള്ള ആശാമാര്, ഇവര് അദാനിജി മോദിജി എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട കോൺഗ്രസ് ഇതരമായിട്ടുള്ള മറ്റൊരു കക്ഷികളും കോൺഗ്രസിന് പിന്തുണയുമായിട്ട് പാർലമെന്റിൽ വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടികളും സമ്പൽ വിഷയം ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ബഹളമായിട്ട് മുന്നിലോട്ട് പോകുന്നു. ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മമതാ ബാനർജി ടീം വേറൊരു ടീമായിട്ട് അല്ലെങ്കിൽ വേറൊരു ബ്ലോക്കായിട്ട് പോകുന്നു. അങ്ങനെ ഇന്ത്യ സഖ്യം തികഞ്ഞ പരാജയമായിട്ടാണ് പാർലമെന്റിനകത്തും കണ്ടുവരുന്നത് ഇപ്പോ. അപ്പോ ഈ സമ്പാൽ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകണമെന്നും അതാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള അഖിലേഷ് യാദവിന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആവശ്യവും, അതുപോലെ കഴിഞ്ഞ ദിവസം അഖിലേഷ് യാദവിന്റെ MP രാഹുൽ ഗാന്ധിനെ ട്രോളുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന സമയത്ത് എന്നാൽ ശരി സമ്പാലിലേക്കൊന്ന് പോയി കളയാം എന്ന് വിചാരിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും കൂടെ ഭരണഘടനയും സമ്പാലിലേക്ക് പുറപ്പെട്ടു. ഭരണഘടന എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി എപ്പോഴും ഭരണഘടന പൊക്കി പിടിച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അല്ലെങ്കിൽ വളരെ സീക്രട്ടായിട്ട് കണക്കാക്കുന്ന സാധനങ്ങൾ നമ്മളിങ്ങനെ 24 മണിക്കൂറും 365 ദിവസവും പ്രദർശന വസ്തുവായിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കാറില്ല. അപ്പൊ പുള്ളിക്ക് ആരോ ഭരണഘടനയിൽ കൈവശം കൊടുത്തു എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം ഈ ഇലക്ഷന് ശേഷം പിന്നെ എവിടെ പോകുമ്പോഴും ഭരണഘടന കയ്യിൽ പിടിക്കുന്നുണ്ട്. ഈ നമ്മളുടെ പണ്ട് ഈ കടമറ്റത്ത് കത്തനാരെന്നൊക്കെ പറയുന്ന നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതില് നിങ്ങൾ പോകുന്ന സമയത്ത് യക്ഷിയൊക്കെ വരാൻ സാധ്യതയുണ്ട്, കുരിശ് കയ്യിൽ കരുതിക്കോളൂ എന്നൊക്കെ പറയുന്നത് പോലെയാണ് അദ്ദേഹം എപ്പോഴും ഈ ഭരണഘടന ഇങ്ങനെ പൊന്തിച്ചു പിടിക്കുന്നുണ്ട്. ഇത് വായിക്കുന്നുണ്ടോ ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ സ്റ്റിൽ എപ്പോഴും പുള്ളി ഭരണഘടന പൊന്തിച്ചു പിടിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ KCനെയും പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും സമ്പാലിലേക്ക് പോകുന്നതിൽ നിന്ന് പോലീസ് തടഞ്ഞു, UP പോലീസ് തടഞ്ഞു. അപ്പൊ എന്താണ് സമ്പാൽ സംഭവം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. UPയിലെ സമ്പാൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു ഗാസി ജുമാ മസ്ജിദ് പണ്ട് ഒരു ക്ഷേത്രമായിരുന്നു എന്നും ആ ക്ഷേത്രത്തിന്റെ മുകളിലാണ് ഈ മസ്ജിദ് പണിതിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലുള്ള അമ്പലങ്ങളൊന്നും പോരാഞ്ഞിട്ട് ഇനിയും അമ്പലം വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാര് കേസ് കൊടുത്തു. അപ്പൊ ഈ കേസ് കൊടുത്ത വകുപ്പില് അവിടുത്തെ കോടതി സൈറ്റ് ഇൻസ്പെക്ഷന് ഓർഡർ ഇട്ടു. 1991 നിയമം അനുസരിച്ച് ഇപ്പോൾ ഏത് അവസ്ഥയിലാണോ ഉള്ളത് അതാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ നാട്ടിലെ നിയമം. പക്ഷെ ഇൻസ്പെക്ട് ചെയ്യാനും അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാനുമുള്ള അധികാരവും അതുപോലെ തന്നെയുള്ള അവകാശങ്ങളുമൊക്കെ ഈ നാട്ടിലെ മറ്റുള്ള എല്ലാ ആളുകൾക്കും ഉണ്ട് എന്നുള്ളത് കൂടെ ഒരു വസ്തുതയാണ്. അപ്പൊ 17-ാം നൂറ്റാണ്ടില് ഔറംഗസേബിന്റെ ഭരണകാലത്ത് 1660കളിലൊക്കെയാണ് അവിടുത്തെ ഒരു ക്ഷേത്രം തകർക്കപ്പെട്ടത് എന്നും അതിന്റെ ആ ക്ഷേത്രത്തിന്റെ മുകളിലാണ് ഇത്തരത്തിൽ പള്ളി പണിതിരിക്കുന്നത് എന്നുള്ളതുമാണ് വാദം. അത്തരത്തിലുള്ള ധാരാളം എൻക്രോച്ച്മെന്റുകൾ അക്രോസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. അപ്പൊ അതാ ഒരു കാലഘട്ടത്തിലെ സോഷ്യൽ സിസ്റ്റം അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ധാരാളമായിട്ടുള്ള ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങള് പൊളിക്കുകയും അതിന്റെ മുകളിൽ പള്ളി പണിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടെയും അങ്ങനെ ഉണ്ട് എന്നാണ് ഒരു വിഭാഗം ആൾക്കാര് അവകാശപ്പെടുന്നത്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ കോടതി അവിടെ ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് ഈ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യാൻ, ഈ മസ്ജിദ് ഇൻസ്പെക്ട് ചെയ്യാനും അതിന്റെ ഉള്ളിൽ ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകൾ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് ഓർഡർ ഇടുകയും അതിന്റെ ഭാഗമായിട്ട് ആ കമ്മീഷൻ സൈറ്റ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടെ കൂടിയ ആളുകൾ, ഒരു കൂട്ടം ആളുകൾ കമ്മീഷനെ തടയുകയും അവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ കോടതിയുടെ ഉത്തരവുമായിട്ട് വരുന്ന കമ്മീഷനെ തടഞ്ഞു കഴിഞ്ഞാൽ ഒബിയസ്ലി ആ ലോ ആൻഡ് ഓർഡർ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പോലീസിന്റെ ധർമ്മം. പോലീസ് അവരുടെ ധർമ്മം ചെയ്തു. അതിന്റെ ഫലമായിട്ട് ലാത്തി ചാർജ്, വെടിവെപ്പ് തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായി. 3, 4, 5 ആൾക്കാർ മരിക്കുകയും ചെയ്തു.
അതിന്റെ ഭാഗമായിട്ട് അവിടെ വലിയ ഒരു റയട്ട് പൊട്ടിപ്പുറപ്പെടുകയും ഇന്ത്യയിലെ അലഹബാദ് കോടതിയും അതുപോലെ തന്നെ മറ്റേ സുപ്രീം കോടതി അടക്കമുള്ള വ്യവസ്ഥയിൽപ്പെട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ ഇതിൽ ഇടപെടുകയും അവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ സംബാൽ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തിന് അവിടുത്തെ കളക്ടറേറ്റിനും ബാക്കിയുള്ള ഉദ്യോഗസ്ഥർക്കും UP പോലീസിനും ഗവൺമെന്റിനൊക്കെ നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഡിസംബർ 10 വരെ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും പുറത്തുനിന്ന് ആൾക്കാരെ അവിടേക്ക് എൻട്രി ചെയ്യുന്നതിൽ നിന്ന് പോലീസ് മറ്റേ റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും മറ്റേ വണ്ടിയെടുത്തിട്ട് ഡൽഹിയിൽ നിന്ന് സംബാലിലേക്ക് പുറപ്പെട്ടത്. അപ്പൊ തടയുമെന്നുള്ളത് അവർക്കറിയാം. പിന്നെ വെറുതെ ഒരു ഷോ, ആളുകളുടെ ഇടയിൽ നമ്മളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒന്ന് അറിയിക്കണമല്ലോ. പിന്നെ ഇടയ്ക്ക് ഈ ഭരണഘടനയും പൊക്കി പിടിച്ചു നിൽക്കുന്ന ചിത്രം പേപ്പറിലും വരണമല്ലോ. അപ്പൊ അതിനുള്ള ഒരു ഷോ, അതിൽ കൂടുതൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളത് ഇത് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അപ്പോ ഈ സിറ്റുവേഷനൊക്കെ ശേഷം, ഇന്നലെയാണ് അത്തരത്തില് തടഞ്ഞതും വലിയ വാർത്തയായതുമൊക്കെ, അതിനുശേഷം ഇന്ന് നാഷണൽ മീഡിയാസിലൊക്കെ ഒരു വീഡിയോ ധാരാളമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അത് ആ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അന്ന് അവിടെ ഇൻസ്പെക്ഷൻ പോയിട്ടുള്ള കമ്മീഷൻ ഈ പറയുന്ന മസ്ജിദിന്റെ പ്രദേശത്തേക്ക് അടുക്കുമ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങളെ കൃത്യമായിട്ട് വിവരിക്കുന്ന അല്ലെങ്കിൽ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് അവിടെ കൂടി നിന്നതിൽ പല ആളുകളും ഇവരെ ആക്രമിക്കുന്നതായിട്ടും അവർക്ക് നേരെ മറ്റേ കല്ലെറിയുന്നതായിട്ടും മാരകായുധങ്ങളുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നതൊക്കെ ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് കാണാനുണ്ട്. അതിനേക്കാളൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പോലീസ് ആ പ്രദേശത്ത് നിന്ന് കണ്ടെടുത്ത പല സാധനങ്ങളിൽ അല്ലെങ്കിൽ മറ്റേ അവിടെ നിന്ന് ആ സൈറ്റിൽ നിന്ന് കണ്ടെടുത്തതിൽ പാകിസ്ഥാൻ നിർമ്മിതമായിട്ടുള്ള മറ്റേ വെപ്പൺസ്, അതുപോലെ തന്നെ വെടിയുണ്ടകൾ തുടങ്ങിയിട്ടുള്ളത് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസാണ് നാഷണൽ മീഡിയ ഇന്ന് ഫ്ലാഷ് ചെയ്യുന്നത്. പാകിസ്ഥാൻ, അമേരിക്കൻ നിർമ്മിത, വിദേശ നിർമ്മിത തോക്കുകൾ, അതുപോലെ തന്നെ ബുള്ളറ്റ്സ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഈ സ്പോട്ടിൽ നിന്ന് പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ന്യൂസ്. നമ്മളുടെ മലയാള മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ഒരു ന്യൂസ് മറ്റേ കിട്ടിയതായിട്ട് അറിവിലില്ല. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മറ്റേ ചർച്ചാ വിഷയമായിട്ട് നാഷണൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്ന് ആർക്ക് ആണ് ഈ പറയുന്ന പാകിസ്ഥാൻ നിർമ്മിത വെപ്പൺസ്, ഈ ബുള്ളറ്റ്സ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടിയത്, ആരുടെ കൈവശമായിരുന്നു ഈ സാധനം ഉണ്ടായിരുന്നത്, അവർക്ക് എവിടെ നിന്നാണ് എങ്ങനെയാണ് ഈ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന, അമേരിക്കയിൽ നിർമ്മിക്കുന്ന ഇത്തരത്തിൽ ഉള്ള വെപ്പൺസ് കിട്ടുന്നത്, അത് അവര് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് മറ്റേ ഡെവലപ്പ് ചെയ്ത് എറൈസ് ചെയ്ത് വന്നിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് വെപ്പൺസും ബുള്ളറ്റ്സും ഒക്കെ നമ്മളുടെ നാട്ടിലേക്ക് എന്തായാലും ഇന്ത്യൻ ആർമിയുടെയോ ഇന്ത്യൻ മറ്റേ പാരാഫോഴ്സിന്റെയോ ഇന്ത്യൻ മറ്റേ പോലീസ് സംവിധാനത്തിന്റെയോ കയ്യിൽ പാകിസ്ഥാൻ നിർമ്മിത തോക്കും ഉണ്ടാവില്ല, ഉണ്ടാവില്ല. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോ ഈ സ്പോട്ടിൽ നിന്ന്, ഈ വലിയ കലാപം നടന്ന, ഈ റയട്ട് നടന്ന സ്പോട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ഇത്തരത്തിലുള്ള വെപ്പൺസും അതുപോലെ ബുള്ളറ്റ്സും ഒക്കെ ആരുടെ പക്കലിൽ നിന്നാണ് വന്നത്, എവിടെ നിന്നാണ് അത് വന്നത്, ആരാണ് ഈ സാധനം അവർക്ക് എത്തിക്കുന്നത് എന്നുള്ള വലിയ ക്വസ്റ്റ്യനിലേക്കാണ് ഈ സംബാൽ വിഷയം ഇപ്പോൾ പോയി എത്തിയിരിക്കുന്നത്. അന്വേഷണം NIA ഏറ്റെടുക്കണം എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ഈ ഒരു സ്പോട്ടിലേക്കാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KCയും കൂടിയിട്ട് പോകാൻ പുറപ്പെട്ടത്. തടയുമെന്നറിഞ്ഞതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ബോധ്യമുണ്ടായിട്ട് തന്നെ പോയിട്ടുള്ളതാണ്. വെറുതെ ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ശ്രമം മാത്രമാണ്. അപ്പോൾ തുടർന്നുള്ള കാര്യങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് ഇത്തരത്തിൽ ഇപ്പോൾ പോകുന്ന കെട്ടുറപ്പോട് കൂടിയിട്ട് തന്നെ കാര്യങ്ങളെ സമീപിക്കാനും മുന്നിലോട്ട് പോകാനും സാധിക്കട്ടെ എന്നുകൂടെ ഈ അവസരത്തിൽ മറ്റേ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 10 തീയതി വരെ സംബാലിൽ നിരോധനാജ്ഞയാണ്. അവിടേക്ക് ഇനിയും പോകാൻ ശ്രമിച്ചാൽ ഇനിയും തടയപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.